In the last classes we discussed about electron displacement effect, and we already discussed inductive effect. എന്തായിരുന്നു ഇൻഡക്റ്റീവ് എഫക്റ്റ്? ഇൻഡക്ഷൻ ഓഫ് പൊളാരിറ്റി ഇൻ എ കോമ്പൗണ്ട്. ഒരു മോളിക്യൂളിൽ പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. And that will happen when carbon is attached to an electronegative atom or electropositive atom. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ? സോ ഇറ്റ് വാസ് പെർമനൻറ്റ് എഫക്റ്റ്. ദാറ്റ് ഈസ് ദ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഈസ് എ പെർമനൻറ്റ് എഫക്റ്റ് ആണ്. അതായത് മോളിക്യൂൾ സ്വയം ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഇൻഡക്റ്റീവ് എഫക്റ്റ്. Next we want to study electromeric effect. It is represented by E. Electromeric effect or E എന്ന് പറയും. Sometimes it is termed as E effect. Electromeric effect or yes electromeric effect or E effect. So this involves, നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. We have C double bond C. Here we have a compound C double bond C. നമുക്ക് ഓൾറെഡി പഠിച്ചു, ഇത് സിഗ്മ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് എന്തായിരിക്കും? പൈ ആയിരിക്കും അല്ലേ? സോ വെൻ ദർ ഈസ് എ പ്രസൻസ് ഓഫ് പോളാർ റിയേജൻറ്റ്, ഒരു പോളാർ റിയേജൻറ്റ് ഈ മോളിക്യൂളിൻ്റെ അടുത്തേക്ക് വരികയാണ്. പോളാർ മീൻസ് ഇലക്ട്രോഫൈലോ ന്യൂക്ലിയോഫൈലോ. വെൻ ഇറ്റ് അറ്റാച്ച് ടു ദിസ്, വെൻ ഇറ്റ് മൂവ് ടുവാർഡ്സ് ദിസ് റിയേജൻറ്റ്, ഈ മോളിക്യൂൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. ഈ ഇലക്ട്രോൺസ് ഏതെങ്കിലും ഒരു ആറ്റത്തിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്താണ്? പൈ ഇലക്ട്രോൺസ് അല്ലേ? ഇതിനെ ഷെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുക. കാരണം ഇവിടുന്ന് ഈ കാർബണിലെ ഒരു ഇലക്ട്രോണും ഈ കാർബണിലെ ഒരു ഇലക്ട്രോണും അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് ഈ ബോണ്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പൈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സി, ഇത് സിംഗിൾ ബോണ്ട് ആയിരിക്കും. ദെൻ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് കിട്ടി പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺസും ഈ കാർബണിൻ്റേതായി. സോ ദാറ്റ് കാർബൺ ഹാവ് നെഗറ്റീവ് ചാർജ് ആൻഡ് ദിസ് കാർബൺ അക്വയേഴ്സ് എ പോസിറ്റീവ് ചാർജ്. വൈ വൺ നെഗറ്റീവ്? ഇവിടെ ബോണ്ട് ഉണ്ടാക്കിയത് ഒന്ന് ഈ കാർബണിൻ്റെ ഇലക്ട്രോൺ ആയിരുന്നു, ഒന്ന് ഇയാളുടെ ആയിരുന്നില്ല. അപ്പം നെറ്റ് എഫക്റ്റ് ഒരു ഇലക്ട്രോണിനെ എക്സസ് ആയിട്ട് കിട്ടിയ പോലെയല്ലേ, അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് ചാർജ് വരുന്നത്. സോ ദിസ് കാർബൺ അക്വയേഴ്സ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ദിസ് അക്വയേഴ്സ് എ നെഗറ്റീവ് ചാർജ്. ആൻഡ് ദിസ് ഷിഫ്റ്റ് ഈസ് ടേംഡ് ആസ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. It is a temporary effect. ഒരു ടെമ്പററി എഫക്റ്റാണ്. കാരണം ദിസ് വിൽ ഹാപ്പൻ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് എ പോളാർ റിയേജൻ. ഒരു റിയേജൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ടെമ്പററി എഫക്റ്റ്. അപ്പോൾ നോക്കൂ, സി രണ്ടും സെയിം ആണ് അല്ലേ? ഇലക്ട്രോൺസിന് ഇങ്ങോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്യും. ഏത് ഇലക്ട്രോൺസാണ്? പൈ ഇലക്ട്രോൺസ്. ഷെയർ ചെയ്യുന്ന ഈ പൈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ നടക്കുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് എ പോളാർ റിയേജൻ. ഒരു റിയാജൻ്റെ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫറിങ്. സോ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജ് കിട്ടും, ഇതിന് പോസിറ്റീവ് ചാർജ് അല്ലേ? ആ രണ്ട് ഇലക്ട്രോൺസിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ ഇറ്റ്? Electromeric effect, it is a temporary effect. Temporary effect ആണ് അല്ലേ? കാരണം it will occur only in the presence of an attacking reagent. So it's a temporary effect and it involves complete transfer of shared pair of pi electrons. കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റിൽ പറഞ്ഞു മക്കളെ, ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നീങ്ങിക്കുന്നേ ഉള്ളൂ അല്ലേ? ഡെൽറ്റ പ്ലസ് ഡെൽറ്റ മൈനസ് ആണ് വരുന്നത്. ഇവിടെയോ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫറിങ് നടക്കുകയാണ് ടു വൺ ഓഫ് ദ ആറ്റം. സോ ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പെയർ ഓഫ് പൈ ഇലക്ട്രോൺസ് ഇൻ എ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിലോ ഉള്ള പൈ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. എങ്ങോട്ടേക്ക്? ടു വൺ ഓഫ് ദി ബോണ്ടഡ് ആറ്റം. ഏതെങ്കിലും ഒരു ബോണ്ടഡ് ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ നടക്കുകയാണ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻ. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഐ റിപ്പീറ്റ്, ഇറ്റ് ഈസ് എ ടെമ്പററി എഫക്റ്റ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് വാട്ട്? എന്ത്? complete transfer of shared pair of pi electrons in a double or triple bond എങ്ങോട്ടേക്ക്? ടു വൺ ഓഫ് ദി ആറ്റംസ്, ടു വൺ ഓഫ് ദി ബോണ്ടഡ് ആറ്റംസ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻ. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. It is a temporary effect and it involves complete transfer of shared pair of pi electrons in a double bond or triple bond
to one of the bonded atoms in the presence of an attacking reagent. മനസ്സിലായോ? ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ നടന്നിട്ട് അപ്പം മൈനസും പ്ലസും ഉണ്ടാവുന്നു അല്ലേ? ഈ ഒരു ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് അല്ലെങ്കിൽ ഇ എഫക്റ്റ് എന്ന് പറയുന്നു. നമ്മൾ ഇൻഡക്റ്റീവിൽ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീങ്ങി നിൽക്കുന്നേ ഉള്ളൂ, അടുത്തേക്ക് നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഡെൽറ്റ പ്ലസും ഡെൽറ്റ മൈനസൊക്കെയാണ് വരുന്നത്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫറിങ് നടക്കുന്നത് കൊണ്ട് പ്ലസും മൈനസും ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. എന്നാൽ നോക്കൂ, സി ഡബിൾ ബോണ്ട് ഓ, ഇങ്ങനെ ഒരു മോളിക്യൂൾ സി ഡബിൾ ബോണ്ട് ഓ. അപ്പോൾ ഒരു പോളാർ റിയേജൻ്റ് അടുത്തേക്ക് വരാം. എന്താ പോളാർ എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ള ഒരു റിയേജൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇലക്ട്രോഫൈൽസ് ന്യൂക്ലിയോഫൈൽസ് ഒക്കെ പഠിച്ചില്ലേ? അപ്പോൾ അവരിങ്ങനെ ഈ മോളിക്യൂളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ പൈ ഇലക്ട്രോൺസിനൊരു ഡിസ്റ്റർബൻസ് അനുഭവപ്പെടും. അതുകൊണ്ടാണ് അവർ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൈ ഇലക്ട്രോൺസ് ഇവിടെ നമുക്ക് ഹോമായിരുന്നു, സെയിം ആയിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ നോക്കണം ആർക്കാണ് കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി, അവരുടെ അടുത്തേക്കാണ് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുക. സോ വെൽ കമ്പയറിങ് കാർബൺ ആൻഡ് ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ നമ്മളെപ്പോഴും ട്രാൻസ്ഫറിങ് കാണിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ടുവേർഡ്സ് ദി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. എപ്പോഴാണ് ഈ ട്രാൻസ്ഫറിങ് നടക്കുന്നുള്ളൂ? ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻ. നൗ വി ക്യാൻ റെപ്രസെൻറ്റ് ദ പ്രോഡക്റ്റ് എന്താണ്? സി. പൈ ഇലക്ട്രോൺസ് പോയത് കൊണ്ട് സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ, സിഗ്മ ഇലക്ട്രോൺസേ ഉള്ളൂ. ഈ സി ഇങ്ങനെ വരും, ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഇതിനൊരു മൈനസ് ചാർജ്, ഇതിനൊരു പ്ലസ് ചാർജും കിട്ടും. ഈ ഒരു എഫക്റ്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സെയിം ആണ്, അറ്റാച്ച്ഡ് ആറ്റംസ് സെയിം ആണെങ്കിൽ എങ്ങോട്ടേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫറിങ് നടക്കാം. ബട്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ ദ ഇലക്ട്രോൺ ഷിഫ്റ്റ് മസ്റ്റ് ബി ടുവേർഡ്സ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. ആർക്കാണോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ അവരുടെ അടുത്തേക്കായിരിക്കും എപ്പോഴും ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ എന്താ കുട്ടികളെ ഇലക്ട്രോമെറിക് എഫക്റ്റ്? ഇറ്റ് ഈസ് എ ടെമ്പററി എഫക്റ്റ്. എന്തുകൊണ്ടാണ് ടെമ്പററി പറയുന്നത്? ഇറ്റ് വിൽ occur only in the presence of an attacking reagent. So it's a temporary effect and it involves complete transfer of shared pair of pi electrons in double bond or triple bond to one of the bonded atoms in the presence of an attacking reagent. That is electromeric effect or E effect. Next we are going to study types of electromeric effect. നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് പഠിച്ചു അല്ലേ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. എന്തായിരുന്നു നെഗറ്റീവ്? ഇഫ് ഇറ്റ് ഈസ് ടുവേർഡ്സ് ദി ഇലക്ട്രോനെഗറ്റീവ് സെൻറ്റർ, അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും. മൈനസ് ഐ എഫക്റ്റ് എവേ ഫ്രം ദി അറ്റാച്ച്ഡ് എലമെൻ്റ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. മൈനസ് ഐയും പ്ലസ് ഐയും നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ടൈപ്സ് ഓഫ് ഇലക്ട്രോമെറിക് എഫക്റ്റ്, അതും പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റും ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി അറ്റാച്ച്ഡ് ആറ്റംസ്. നമുക്കറിയാം രണ്ട് ആറ്റംസ് ഉണ്ട്, അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ ഡിറ്റർമിൻ എഫക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അറ്റാക്കിംഗ് റിയേജൻറ്റ്. അറ്റാക്കിംഗ് റിയേജൻറ്റ് ഏതാണ് അതിനനുസരിച്ചിട്ടാണ് ടൈപ്സ് ഓഫ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി attached atom, whether it is electronegative or electropositive, and the reagent. Electromeric effect is classified into two categories. They are positive electromeric effect and negative electromeric effect. അപ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താണ് ഇലക്ട്രോഫൈൽ എന്നറിയാം. എന്താ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്, ഇലക്ട്രോൺ സീക്കിംഗ് സ്പീഷീസ്, അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്ററിലേക്ക് ഇഷ്ടപ്പെടുന്ന, അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം ഉള്ള ഒരു എലമെൻറ്റ്, ഒരു മോളിക്യൂള്. ആൻഡ് വി ഹാവ് ആൻ ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു വെച്ചാൽ ദാറ്റ് മേ ഹാവ് പോസിറ്റീവ് ഇലക്ട്രോഫൈലുണ്ട്, ന്യൂട്രൽ ഇലക്ട്രോഫൈലുണ്ട്. പോസിറ്റീവ് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു വെച്ചാൽ ദാറ്റ് ക്യാരീസ് എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, നമ്മളൊരു ഇലക്ട്രോഫൈൽ ഈ മോളിക്യൂളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മോളിക്യൂളിലുള്ള ഈ പൈ ഇലക്ട്രോൺസ് ഡിസ്റ്റർബ്ഡ് ആവും. അവരെന്ത് ചെയ്യും? ഏതെങ്കിലും ആറ്റത്തിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സി സിംഗിൾ ബോണ്ടായി മാറി, ഇത് പ്ലസ് ചാർജ്, ഇതിന് മൈനസ് ചാർജ് അല്ലേ? ഓക്കെ, അപ്പോൾ കൂടുതൽ ഈ വൈ പ്ലസ് കുറച്ചുകൂടി അടുത്ത് വരും. എന്നാൽ പറയൂ, ഈ വൈ പ്ലസ് ആരുമായിട്ടാണ് അറ്റാച്ച് ചെയ്യുക? ഏത് കാർബണിൻ്റെ അടുത്തേക്കാണ് പോവുക? പ്ലസ് എപ്പോഴും നെഗറ്റീവ് സെൻറ്ററിലേക്കാണ് പോവുക അല്ലേ? അല്ലെങ്കിൽ നമ്മളെപ്പോഴും നെഗറ്റീവ് ടു പോസിറ്റീവാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് മൂവ്മെൻറ്റ് കേട്ടോ. അപ്പം ഇങ്ങനെ വരും, അതായത് ഈ പൈ ഇലക്ട്രോൺസ് ഇതിനെ അട്രാക്റ്റ് ചെയ്യും. സോ വി ഹാവ് ദ പ്രോഡക്റ്റ്. എന്താ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്? സി പ്ലസ് ചാർജ് ഉണ്ട്, സി
വൈ ഇവിടെ അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇങ്ങനെ കിട്ടും നമുക്ക്. വൈ അറ്റാച്ച് ചെയ്തു. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഹൗ വി ക്യാൻ ഡിഫൈൻ പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് നമുക്ക് നോക്കാം. When the attacking reagent is an electrophile, the electromagnetic transfer of pi electrons is towards the reagent. Reagent ഇവിടെയാണ്, അപ്പോൾ ഈ ഭാഗത്തേക്കാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫറിങ് നടക്കുന്നത് അല്ലേ. ആൻഡ് സച്ച് ഇലക്ട്രോമെറിക് എഫക്റ്റ് is termed as positive electrometric effect. When the reagent is an electrophile, the transfer of When the reagent is an electrophile, the transfer of pi electron is towards the electrophile. Then it is termed as positive electromeric effect. We can define it in another way. That means, ഇവിടെ നോക്കൂ, ഈ ഇലക്ട്രോഫൈൽ വൈ എന്ന് പറയുന്നത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ കാർബണിനുമായിട്ടാണ് അല്ലേ. സോ വി ക്യാൻ ഡിഫൈൻ ഇൻ അനദർ വേ ദാറ്റ് ഇഫ് ദ ഇലക്ട്രോമെറിക് ഷിഫ്റ്റ് ഓഫ് pi electrons is towards that carbon atom to which the reagent get attached. That is, the transfer of pi electron is to that carbon atom to which ഇലക്ട്രോഫൈൽ ഇറ്റ് അറ്റാച്ച്ഡ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് പോസിറ്റീവ്. അതായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഏത് കാർബണിലേക്കാണോ പോകുന്നത്, അതായത് ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിലേക്കാണ് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആർ ടുവേർഡ്സ്, നോക്കൂ ഇങ്ങോട്ടേക്കാണ്, ടുവേർഡ്സ് ദ അറ്റാക്കിംഗ് റിയേജൻറ്റ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഇലക്ട്രോ. ഇതിനേക്കാൾ നല്ല ഡെഫിനേഷൻ എന്ന് പറയുന്നത് മറ്റതാണ്. ഇഫ് ദ ഇലക്ട്രോമെറിക് ഷിഫ്റ്റ് ഓഫ് പൈ ഇലക്ട്രോൺസ് ഇൻ എ മൾട്ടിപ്പിൾ ബോണ്ട് towards that carbon atom in which the reagent get attached. reagent attach ചെയ്തിരിക്കുന്ന കാർബണിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. We can represent one reaction, that is here we can see that what is this molecule? ethene molecule. ഈത്തൈനാണ്. CH3 ഡബിൾ ബോണ്ട് ഉണ്ടായതുകൊണ്ട് ഇത്തീനിലേക്ക് നമ്മൾ H+ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ H+ ഇതുമായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ആ നെഗറ്റീവ് ചാർജിലേക്കാണ്, നെഗറ്റീവ് ചാർജ് കാർബണുണ്ട്, പോസിറ്റീവ് ചാർജ് കാർബണുണ്ട്. നെഗറ്റീവ് ചാർജ് കാർബണിലേക്കാണ് ഇലക്ട്രോഫൈൽ പോവുക. കാരണം എന്താണ്? ഇലക്ട്രോഫൈൽസ് ആർ ഇലക്ട്രോൺ ലവിങ്. സോ നമുക്ക് റിയാക്ഷൻ എങ്ങനെ എഴുതാം? CH ആണ്. CH ഇവിടെ പ്ലസ് ചാർജായി മാറും. ഇവിടെ റിച്ച് ഉണ്ട്. ഇത് മൈനസായി മാറി. ആ മൈനസിലേക്കാണ് H+ അറ്റാച്ച് ചെയ്യുന്നത്. സോ H ആയി നിൽക്കും. H+ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ബോണ്ടഡ് ഇലക്ട്രോൺസ് അല്ലേ ഇവിടെ ഉള്ളത്, നെഗറ്റീവ് ചാർജ്, അത് വെച്ചിട്ടാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്തത്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ നൗ വി ക്യാൻ ചെക്ക് വാട്ട് ഈസ് നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. We have this compound C double bond C, okay, and we have this reagent Z minus. അപ്പോൾ മൈനസ് ചാർജുള്ള റിയേജൻസിനെ നമ്മൾ എന്താ പറയുക? ന്യൂക്ലിയോഫൈൽസ്. ഓക്കെ, സോ ഇവിടെ ഇലക്ട്രോഫൈൽ ആയിരുന്നു, ഇവിടെ ന്യൂക്ലിയോഫൈൽസ്. ഇലക്ട്രോഫൈൽസിന് E+ എന്നും എഴുതാം, ന്യൂക്ലിയോഫൈൽസിന് NU- എന്നും എഴുതാം കേട്ടോ. ഇവിടെ YZ എന്ന് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഒരു റിയേജൻറ്റിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുള്ളൂ, അതായത് ഈ ട്രാൻസ്ഫർ നടക്കുള്ളൂ അല്ലേ. അപ്പോൾ ഒരു ന്യൂക്ലിയോഫൈൽ വന്നു. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കൂ, ഇവിടെയുള്ള പൈ ഇലക്ട്രോൺസ് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കൂ. ന്യൂക്ലിയോഫൈൽ എങ്ങോട്ടേക്കാണ് വരുന്നത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നത്. സോ ഇവിടുന്ന് പൈ ഇലക്ട്രോൺസ് ഈ കാർബണിലേക്ക് പോകുമ്പോൾ ഈ കാർബണിന് നെഗറ്റീവ് ചാർജ് കിട്ടും, ഇതിന് പോസിറ്റീവും. കാരണം ഇതിൻ്റെ ഈ ഇലക്ട്രോണാണ് ഇങ്ങോട്ടേക്ക് പോയത്. സോ ഹാവ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ എങ്ങോട്ടേക്ക്? ന്യൂക്ലിയോഫൈൽ മീൻസ് ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ്, പ്ലസ് ചാർജ് ഇഷ്ടമുള്ള സ്പീഷീസാണ് അല്ലേ. അപ്പോൾ Z- ഇങ്ങനെ വരും. Z- എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ് അല്ലേ. ആ 2 ഇലക്ട്രോൺ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു കൈ പിടിച്ച് നിൽക്കും, അതായത് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? പ്രോഡക്റ്റ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ന്യൂക്ലിയോഫൈലിൻ്റെ പ്രസൻസിൽ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ അത്തരം ഇതിനെയാണ് നെഗറ്റീവ്. ദാറ്റ് മീൻസ് ഇഫ് ദ പൈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എവേ ഫ്രം ദ ന്യൂക്ലിയോഫൈലിന് എവേ ഫ്രം ദ ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ അതാണ് മൈനസ് ഈ എഫക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ശരിക്കുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺ ഈസ് ടുവേർഡ്സ് ദാറ്റ് കാർബൺ ആറ്റം വിച്ച് ഈസ് എവേ ഫ്രം
that carbon atom in which the nucleophile is attached. ന്യൂക്ലിയോഫൈൽ അറ്റാച്ച് ചെയ്ത കാർബൺ അല്ലാത്ത മറ്റേ കാർബണിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ്. ഇവിടെ പറഞ്ഞു അല്ലേ, ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്തതിലേക്കാണെങ്കിൽ പോസിറ്റീവ്, നമ്മൾ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്തതിൽ നിന്നല്ലാതെ മറ്റേതിലേക്കാണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും. ദാറ്റ് ഈസ് ഇലക്ട്രോമെറിക് ഷിഫ്റ്റ് ഓഫ് പൈ ഇലക്ട്രോൺസ് ഈസ് എവേ ഫ്രം ദാറ്റ് ആറ്റം ടു വിച്ച് ദ റിയേജൻറ്റ് ഗെറ്റ് അറ്റാച്ച്ഡ്. റിയേജൻറ്റ് അറ്റാച്ച് ചെയ്തതെന്നല്ലാതെ അതിൽ നിന്ന് എവേ ആണെങ്കിലാണ് എന്താ നെഗറ്റീവ്, ടുവേർഡ്സ് ദാറ്റ് ആണെങ്കിൽ പോസിറ്റീവ്. ഓക്കെ, എന്നാൽ നോക്കൂ, സി ഡബിൾ ബോണ്ട് ഒ ആണ്. ഓക്കെ, ഇവിടെ സെഡ് മൈനസ് ആണ്. അപ്പോൾ നമുക്കറിയണം ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയുള്ള, അപ്പോൾ എപ്പോഴും ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ സെഡ് മൈനസ് എവിടെയാണ് അറ്റാച്ച് ചെയ്യുക? ഈ കാർബണിലാണ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഇത് ഇങ്ങോട്ടേക്കല്ല ഇതിൻ്റെ സൈഡിലായതുകൊണ്ട് മൈനസ് അല്ല. കാരണം ഇവിടെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും മോർ ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ ഇത് നേരെ ഇവിടെ വന്നിട്ടാണ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി ഇവിടെ നെഗറ്റീവ് ചാർജ് വരിക, അവിടേക്ക് പോവില്ല, ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് വരിക. ആ പോസിറ്റീവ് ചാർജിലേക്കാണ് സെഡ് മൈനസ് അറ്റാച്ച് ചെയ്യുക. എപ്പോഴും നമ്മൾ നെഗറ്റീവിൽ നിന്നാണ്, ഇവിടുന്ന് അങ്ങോട്ടല്ല കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ വരച്ചില്ലേ, നെഗറ്റീവിൽ നിന്നാണ് എപ്പോഴും ആരോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സെഡ് മൈനസ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം പ്രോഡക്റ്റിനെ? ഇങ്ങനെ വന്നു, സീഡ് അവിടെ സെഡ് അറ്റാച്ച് ചെയ്തു, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നത് ഓയിലേക്കാണ്. അപ്പോൾ ഇതും എന്താണ്? നെഗറ്റീവ് ഇലക്ട്രോൺ. കാർബൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എവേ ഫ്രം ദാറ്റ് കാർബൺ ഫ്രം ടു വിച്ച് ന്യൂക്ലിയോഫൈൽ അറ്റാച്ച്ഡ്. ന്യൂക്ലിയോഫൈൽ അറ്റാച്ച് ചെയ്ത കാർബണിന് എവേ ആണെങ്കിൽ നെഗറ്റീവ്, ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്ത കാർബണിന് ടുവേർഡ്സ് ഇറ്റ് ആണെങ്കിൽ പോസിറ്റീവ്. ഇത് രണ്ടും മനസ്സിലായില്ലേ? എപ്പോഴും മനസ്സിലാക്കുക, ഇലക്ട്രോഫൈൽ എപ്പോഴും മൈനസ് ഉള്ള ആളുടെ കൂടെയാണ് അറ്റാച്ച് ചെയ്യുക, ന്യൂക്ലിയോഫൈൽ എപ്പോഴും പ്ലസ് ഉള്ള ആളുടെ കൂടെയാണ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, നമുക്കൊരു റിയാക്ഷൻ എഴുതി നോക്കാം. ദാറ്റ് ഈസ് ഒരു ആൾഡിഹൈഡ് CH3CHO, ഇത് ആൾഡിഹൈഡാണ് അല്ലേ. അതിലേക്ക് HCN ആഡ് ചെയ്യുകയാണ്. HCN എന്ന് പറയുന്നത് ദാറ്റ് കണ്ടെയ്ൻ സയനൈഡ് അയോൺ, CN മൈനസ്, അപ്പോൾ ന്യൂക്ലിയോഫൈലാണ് അല്ലേ. സോ വി ഹാവ് CN മൈനസ്. അപ്പോൾ എല്ലാവരും ഒന്ന് തനിയെ എഴുതി നോക്കൂ, എന്താ സംഭവിക്കുക? ഇവിടെ നമുക്കറിയാം ഇലക്ട്രോമെറിക് ഷിഫ്റ്റ് എപ്പോഴും ഓക്സിജനിലേക്കാണ് വരിക. അപ്പോൾ CN മൈനസ് എവിടെ പോയിട്ട് അറ്റാച്ച് ചെയ്യുക? ഈ കാർബണിൽ പോയിട്ടാണ് അറ്റാച്ച് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ എങ്ങനെ എഴുതാം? CH3CH ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇവിടെ CN വന്ന് ജോയിൻ ചെയ്തു, ദെൻ O മൈനസായി മാറി. ഓക്കെ, ഈ O മൈനസ് നമ്മൾ HCN ആണ് എടുക്കുക. HCN ആകുമ്പോൾ CN മൈനസും H പ്ലസും ഉണ്ടാവുമല്ലോ. അപ്പോൾ H പ്ലസ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആരോ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഇതിൽ നിന്ന് ഇതിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇങ്ങനെയാണ്: CH3CHCnOH. ഇതിനെ നമ്മൾ സയനോഹൈഡ്രിൻ എന്നാണ് പറയുക, സയനോഹൈഡ്രിൻ. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽ വരുന്നതിന് നേരെ മറിച്ച് ആറ്റത്തിലേക്കാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് ഇലക്ട്രോമെറിക് എഫക്റ്റ് രണ്ടും നമ്മൾ പഠിച്ചു അല്ലേ. ഇൻഡക്റ്റീവ് എഫക്റ്റായി ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്താണ്? ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇസ് എ മിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. നോക്കൂ, ഇലക്ട്രോൺസ് ഇങ്ങനെ ഒന്ന് നീങ്ങി നിൽക്കുകയാണ് അല്ലേ. അങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ മൈനസായി. ഇറ്റ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് മൈനസായി, ഇലക്ട്രോൺ റിലീസിങ് ആണെങ്കിൽ പ്ലസ്സായി പഠിച്ചു അല്ലേ. സോ ഹിയർ ഈസ് എ മിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, ജസ്റ്റ് ഒന്നിങ്ങനെ നീങ്ങി നിൽക്കുന്നേ ഉള്ളൂ. ബട്ട് വാട്ട് ഈസ് ഇലക്ട്രോമെറിക് എഫക്റ്റ്? ഇറ്റ് ഓക്കേഴ്സ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ. ഇവിടെ നിന്ന് ബോണ്ട് നേരെ ഒരു ആറ്റത്തിലേക്ക് പോകുന്നു. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻറ്റ്. ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണ്. ആൻഡ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇസ് എ പെർമനൻറ്റ് എഫക്റ്റ്. മോളിക്യൂളിന് സ്വയം ഉണ്ടാവുന്നതാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇലക്ട്രോമെറിക്കോ, ഒരാൾ വരുമ്പോൾ, ഈ റിയേജൻറ്റ് വരുമ്പോൾ മാത്രമാണ് ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ് ചെയ്യുന്നത് അല്ലേ. സോ ഇറ്റ്സ് എ ടെമ്പററി എഫക്റ്റ്. ഈ റിയേജൻറ്റ് പോയി കഴിഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ്, റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ മാത്രമാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്.
ദെൻ എന്താണ് ഇതിനൊരു ഇൻഡക്റ്റീവ് എഫക്റ്റ് നടക്കണമെങ്കിൽ എന്താണ് റിക്വയർമെൻറ്റ്? ഒരു പോളാർ ബോണ്ട് ഉണ്ടായിരിക്കണം അല്ലേ? കാർബൺ മസ്റ്റ് ബി അറ്റാച്ച്ഡ് ടു ആൻ എക്സ് മേ ബി ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഓർ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. അപ്പോഴാണ് ഈ ബോണ്ട് പോളാർ ആവുക. അങ്ങനെ പോളാറിൻ്റെ പൊളാരിറ്റി കാരണം മറ്റടുത്ത ബോണ്ടിലേക്ക് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. സോ ദ റിക്വയർമെൻറ്റ് ഈസ് ഇറ്റ് റിക്വയേഴ്സ് പോളാർ ബോണ്ട്. ഇവിടെയോ ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. പൈ ഇലക്ട്രോൺസ് മൾട്ടിപ്പിൾ ബോണ്ടഡ് സിസ്റ്റത്തിൽ മാത്രമാണ് പൈ ഇലക്ട്രോൺസ് ഉള്ളത്. സോ ദ റിക്വയർമെൻറ്റ് ഈസ് ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ബോണ്ട് ആൻഡ് ഇറ്റ് റിക്വയർ എ റിയേജൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഹിയർ ഓൺലി പാർഷ്യൽ ചാർജ് സെപ്പറേഷൻ അല്ലേ? ഡെൽറ്റ മൈനസ് ഡെൽറ്റ പ്ലസ് എന്നല്ലേ നമ്മൾ എഴുതുന്നത്? ഓൺലി പാർഷ്യൽ ചാർജ് സെപ്പറേഷൻ. ബട്ട് ഹിയർ കംപ്ലീറ്റ് ചാർജ് സെപ്പറേഷൻ ആണ്. കംപ്ലീറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് ആൻഡ് ഇലക്ട്രോമെറിക് എഫക്റ്റ്.